ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കണത്. നമ്മൾ നെല്ലിക്ക കൂട്ടിയിട്ടുള്ള ചമ്മന്തി. ഇതത്ര ഫെമിലിയർ ആയിട്ടുണ്ട് കാരണം ഞാനൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞത് കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ സാധാരണ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ നെല്ലിക്ക കൂട്ടുന്നേ ഉള്ളൂ. അപ്പം വറ്റൽമുളക് വറുത്തത് വേണം, പിന്നെ നെല്ലിക്ക, തേങ്ങ, പിന്നെ കരിവേപ്പില ഇടും കുറച്ച്, പിന്നെ ഇഞ്ചി, ചെറിയുള്ളി, നമ്മൾ സാധാരണ പുളി, പിന്നെ തേങ്ങ, അപ്പോൾ പിന്നെ ഉപ്പിടുക. ഇത്രയാണ് നമ്മളിതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ നെല്ലിക്ക നമ്മളിങ്ങനെ ചെറുതാക്കി അരിയണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അരയ്ക്കുന്നതിൽ നമ്മൾ ആദ്യം ഇടേണ്ടത് ഈ വറുത്ത വറ്റൽമുളകും പുളിയും കൂടി ആദ്യം അരയ്ക്കണം. എല്ലാം കൂടി ഒന്നിച്ച് അരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പലതിലൊക്കെ ആയിപ്പോൾ ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഇതിൽ അരയ്ക്കണം. പിന്നെ അത് അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഈ നെല്ലിക്ക ആഡ് ചെയ്യണം. നെല്ലിക്ക, ചെറിയുള്ളി, ഇഞ്ചി, ഇത് മൂന്നും കൂടി ആഡ് ചെയ്തിട്ട് അരയ്ക്കണം. എന്നിട്ട് അത് അരഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ തേങ്ങ ഇട്ടിട്ട് അരയ്ക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ തേങ്ങ നല്ലോണം അരഞ്ഞും പോവും, ഈ നെല്ലിക്ക അരയാണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ ഈ ഓർഡറിൽ വേണം അരയ്ക്കാൻ. എന്നിട്ട് അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്, ഇതിപ്പം തേങ്ങ ഇടാത്തയാണ്, ഇതിൻ്റെ കൂടെ തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് അരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി അരച്ചിട്ട് അതിലേക്ക് കുറച്ചും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചമ്മന്തി. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. പിന്നെ ഹെൽത്ത് വൈസ് നല്ലതാണ്. കാരണം നമുക്ക് ഈ നെല്ലിക്ക പച്ചയ്ക്ക് തിന്നാനൊക്കെ മടിയുള്ളവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് ഇങ്ങനെയെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. താങ്ക്